എല്ലാവർക്കും ഡാനീസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫും കൂർക്കയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പോത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടിച്ചതും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ആവശ്യത്തിന് കൂടെ ചേർത്ത് നന്നായി തിരുമ്മി നമുക്കിത് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചാറൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള തിക്കായിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. മസാല എല്ലാം സബോള ഇട്ട് കൊടുക്കാം. പച്ചമുളക് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ചെറിയുള്ളി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാല മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊതുവെ ഇറച്ചിക്കറിയിലായാലും മീനിലായാലും നല്ല എരിവൊക്കെ മുന്നിട്ട് നിന്നാൽ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടിച്ച് വെക്കുന്ന എണ്ണയിൽ വറുത്ത് പൊടിച്ച് വെച്ച ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ പട്ട ഗ്രാമ്പ് ഇതെല്ലാം